ഇന്ന് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇത് കുറേ ദിവസം മുമ്പുള്ള വീഡിയോസ് ആണ്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയും കൂടി കയറി കാരണം ഞാൻ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് കട്ടൻ കുടിച്ചിട്ട് നേരെ ഞാൻ ഇന്ന് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രങ്ങളൊക്കെ ഇന്നലെ കഴുകിയതിനൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഉപ്പേരി എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി വാങ്ങുമ്പോൾ ബാക്കി വരുന്ന കുറച്ച് പച്ചക്കറി നമുക്ക് ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ ഒരു ഉപ്പേരി തട്ടിക്കൂട്ടാറുണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറുമ്പിപ്പെടിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തറയിലിരുന്ന് കളിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. എപ്പോഴും ഇങ്ങനെ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തുണിയിൽ വന്ന് പിടിച്ചൊന്ന് കരയൂട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് അവളെ. എന്നിട്ട് പിന്നെ കുറുമ്പിപ്പെണ്ണിനെ നമ്മൾ മത്തങ്ങിയും അതുപോലെ ക്യാരറ്റും കൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുറുമ്പിപ്പെണ്ണ് കുറച്ചും കൂടി ചെറുതായിരുന്ന സമയത്ത് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ ഉടച്ചിട്ട് കൊടുത്താൽ മതി, അവൾക്ക് പല്ലൊക്കെ വന്നൂല. പിന്നെ ഞാനൊരു മുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെടുത്ത് ചിക്കി പൊരിച്ച് രണ്ടാൾക്കും കൂടിയിട്ട് വെക്കലുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചിക്കി പൊരിച്ച് വെക്കണമൊന്നും കുറുമ്പിപ്പെണ്ണിന് ഇഷ്ടമല്ല. അവൾക്ക് പുഴുങ്ങുന്ന മുട്ട മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ അത് കഴിക്കാറുണ്ട്. മിക്കൂട്ടിന് പച്ചക്കറി ഇഷ്ടമല്ല, മുട്ട ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ അവന് പച്ചക്കറി അതിലുണ്ടെന്ന് അറിയാണ്ട് അവനത് കഴിക്കും കേട്ടോ. അത് കാരണം ഇങ്ങനെയാണ് ഇട്ട് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ നേരെ ഞാൻ അടുക്കിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് കുറുമ്പി പെണ്ണിങ്ങനെ പിച്ച് പിച്ച് വെറുതെ ഇരിക്കാൻ കേട്ടോ. കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാരി കൊടുത്തപ്പോഴത്തേക്കും അവൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കഴിച്ച് കഴിഞ്ഞാൽ ഈ കൈയടിക്കുന്ന കാരണം കുട്ടിക്ക് കഴിക്കാനുള്ള ഒരു ആവേശവും കൂടുതലാണ് കേട്ടോ. കഴിക്കാൻ കുറച്ചൊക്കെ കഴിക്കാറുള്ളൂ, എന്നാലും അവൾ കുറച്ചൊക്കെ ഇപ്പം കഴിക്കാനുണ്ട് കേട്ടോ ഫുഡൊക്കെ. പിന്നെ നേരെ ഞാൻ ഇന്നലെ തയ്ച്ചതൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ഒതുക്കാൻ ഇന്നലെ സമയം കിട്ടാത്ത കാരണമാണ് ഇന്ന് ഒതുക്കി വയ്ക്കുന്നത് തൊട്ട്. ഇന്നലെ തയ്ച്ച തുണികളായിരുന്നു കേട്ടോ. പിന്നെ നേരെ മിക്കൂട്ട ട്യൂഷന് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു എലാസ്റ്റിക് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പിന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വാരി വലിച്ചിടുന്ന പോലെ അഴുക്കൊന്നും ആവില്ല കേട്ടോ. ഞാൻ ആവശ്യത്തിന് നമുക്ക് പുറത്തെടുത്താൽ മതി. അത് കഴിഞ്ഞപ്പോൾ മിക്കൂട്ടിൻ്റെ ബുക്കുകൾ നോക്കാനിരുന്ന സമയത്ത് ദേ മഴ വീണു. ഇതിപ്പോൾ ഞാൻ നേരെ തുണികൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പുറകെ മഴ നനയാൻ വേണ്ടിയിട്ട് അവനും വന്നിട്ടുണ്ടായിരുന്നു. അവന് ചുമയായിട്ട് ഒരാഴ്ച കൊണ്ട് ലീവാണ് കേട്ടോ. എന്നിട്ട് അവൻ മഴ നനയാൻ വന്നപ്പോൾ ഞാൻ തിരിച്ച് കയറ്റി വിട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലായിരുന്നു. ഞാൻ പിന്നെ തുണികളൊന്നും വെയിലത്തിടാൻ നിന്നില്ല, നേരെ പാത്രം കഴുകാൻ വേണ്ടി നിന്നു കേട്ടോ. കാരണം കുറേ പാത്രങ്ങൾ എനിക്ക് കഴുകാണ്ടായിരുന്നു. ഇതിങ്ങനെ സ്പീഡിന് കാണുമ്പോൾ എന്താ ഭംഗിയില്ല, പക്ഷേ ഇത് എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്നറിയോ ഈ ഒരു കാണുന്നതൊക്കെ. പിന്നെ നേരെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ മീനൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. മീൻ നേരെയാക്കാൻ വേണ്ടി നിന്നപ്പോൾ ദേ പാത്രങ്ങൾ കഴുകി വെച്ച പാത്രങ്ങൾ ദേ തിരിച്ചെടുത്ത് തറയിലേക്ക് ഇടാൻ നോക്കണം കുറുമ്പി പെണ്ണാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ കൈയൊക്കെ കഴുകിയിട്ട് അവളെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ അവൾക്കും കൈ കഴുകണം. പിന്നെ ഞാൻ അവൾക്കും കൂടി കുറച്ച് ഹാൻഡ് വാഷ് ഇടുള്ളൂ കേട്ടോ. കുറേ ഒന്നും ഇടാറില്ല, കാരണം അത് എത്ര കഴുകിയാലും അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം അവൾക്ക് ഇടാറില്ല. കുറച്ചിട്ട് കൊടുത്തിട്ട് കഴുകി കൊടുക്കണ്ടിട്ടാ. പിന്നെ നേരെ ഞാൻ തയ്ക്കാൻ വേണ്ടിയിട്ട് മെഷീൻ ഓൺ ആക്കിയപ്പോൾ അതിലെ ലൈറ്റ് കണ്ടിട്ട് കുറുമ്പിപ്പണ അതിൽ പിടിച്ച് കയറുന്നുണ്ട്. പിന്നെ ഞാൻ അവളെ ഉറങ്ങിയിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഓഫ് ചെയ്തിട്ട് കേട്ടോ. പിന്നെ നേരെ അവളെ കുളിപ്പിച്ച് ഉറക്കി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ചിട്ട് ഇന്നലത്തെ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് നേരെ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. മിക്കൂട്ടനെ പിന്നെ ഇപ്പോൾ തലനനയ്ക്കൽ കുറവാണ്, അവനിപ്പോൾ ചുമയായ കാരണം കേട്ടോ. അപ്പോൾ അവന് മേലൊക്കെ കഴുകി വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.